പേരിൽ ഉൾപ്പെടെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് എല്ലാവരും പറയപ്പെടുന്ന രണ്ട് ആക്ട്രസ് ആണ് സമാന്തയും സംയുക്തയും. ശരിക്കും ഇവർ രണ്ടുപേരും ഒരുപോലെയാണോ? നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു വീണ സിനിമ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, സമാന്ത ആക്ച്വലി ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത് തെലുങ്ക് മൂവിയിലൂടെയാണ്. അതും വിനയ് വരുവായ എന്ന തമിഴ് മൂവിയുടെ തെലുഗു റീമേക്കിലാണ് ശരിക്കും സമാന്ത ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് 2010-ലാണ്. ആൻഡ് സംയുക്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സംയുക്ത ശരിക്കും 2016 പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് മൂവിയിലൂടെയാണ് ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷേ 2018 ഇറങ്ങിയ തീവണ്ടി എന്ന് പറഞ്ഞൊരു മൂവിയിലൂടെയാണ് സംയുക്ത ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവർ രണ്ടാളുടെയും ബാക്ക്ഗ്രൗണ്ടിന് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് രണ്ടാളും ആക്ച്വലി മോഡലിംഗ് ഫീൽഡിലൂടെ വന്നിട്ടാണ് ആക്ച്വലി ശരിക്കും സിനിമയിലേക്ക് വരുന്നത്. ബട്ട് നമുക്ക് കണ്ടാൽ ആക്ച്വലി ഇവരുടെ പ്രായം ഏറെക്കുറെ ഒരുപോലെ തോന്നാമെങ്കിലും രണ്ടുപേർക്കും ആക്ച്വലി ഏജിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് സംയുക്തയ്ക്ക് 29 വയസ്സേ ഉള്ളൂ കറൻ്റ്ലി. ആൻഡ് സമാന്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സമാന്തയ്ക്ക് ഓൾമോസ്റ്റ് 38 ഇയേഴ്സ് ആയി, 38 വയസ്സുണ്ട്. ഇനി ഇവരുടെ എത്നിസിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടാളും ശരിക്കും സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് മാത്രമല്ല ഒരു മലയാളി കണക്ഷൻ ഈവൻ സമാന്തയ്ക്കും ഉണ്ട്. സമാന്തയുടെ അമ്മ മലയാളി, അച്ഛൻ തെലുഗു ആണ്. ആൻഡ് സംയുക്തയുടെ കാര്യമാണെങ്കിൽ സംയുക്ത നമുക്കൊക്കെ അറിയാം പാലക്കാട് ജനിച്ച് വളർന്ന ഒരാളാണ്. സമാന്ത ബേസിക്കലി തെലുഗു ആണെങ്കിലും അവർ ജനിച്ചു വളർന്നതൊക്കെ തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴിലാണ് കൂടുതലായിട്ടും ഭയങ്കര ഫ്ലുവൻസി ഉള്ളതും തമിഴ് ഇൻഡസ്ട്രിയും അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിരുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും ആക്ച്വലി ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ എല്ലാ ലാംഗ്വേജസിലും വെച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആക്ട്രസ് ആണ്. ഇനി ഇവരുടെ വെയിറ്റിലും ഹൈറ്റിലും ആക്ച്വലി എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. അതായത് സംയുക്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സംയുക്തയ്ക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 5 feet and 6 inches ഉണ്ട്. ആൻഡ് സമാന്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സമാന്ത ഓൾമോസ്റ്റ് ലൈക്ക് 5 feet 2 inches ആണ്. സമാന്ത നോർമലി ഹൈറ്റ് കുറഞ്ഞ ഒരാളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെറ്റിറ്റ് കാറ്റഗറി അതിനകത്താണ് വരുന്നത്. ആൻഡ് സംയുക്തയുടെ ഒരു വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 55 to 58 kg വരെയാണ് സംയുക്തയുടെ ഒരു വെയിറ്റ് ആയിട്ട് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നത്. ദെൻ നമ്മൾ സമാന്തയുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം സമാന്ത ഈ പറഞ്ഞ പോലെ ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റും ആക്ച്വലി അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ആൻഡ് ഇപ്പോൾ ഭയങ്കര കുറവാണ്, ഓൾമോസ്റ്റ് ലൈക്ക് 50 kg, 50 point something അങ്ങനെയാണ് അവരുടെ വെയിറ്റ് അവർ ഇപ്പോൾ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ ഫേസ് ഷേപ്പിലുള്ള സിമിലാരിറ്റീസ് നോക്കാം. നമുക്കൊക്കെ അറിയാം രണ്ടാളും ആക്ച്വലി ഭീകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള രണ്ടാൾക്കാരാണ്. അതായത് അവർ ആദ്യം മൂവിയിൽ അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല പിന്നീടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് മീൻസ് ചിലർ പറയും അവർ ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവർ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അതിനെപ്പറ്റിയുള്ള എവിഡൻസ് കറക്റ്റായിട്ട് എവിടെയും ഇല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവും എവിടേക്കോ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന്. ആൻഡ് ഫേസ് ഷേപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സമാന്ത ആയിക്കോട്ടെ സംയുക്ത ആയിക്കോട്ടെ രണ്ടുപേർക്കും ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു ഓവൽ ഷേപ്പാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ സമയത്ത് കാണാൻ പറ്റുന്നത്. അതായത് അവരൊക്കെ മൂവിയിലേക്ക് വന്ന സമയത്ത് കാണാൻ പറ്റുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. പക്ഷേ രണ്ടുപേരും ആക്ച്വലി ഓവൽ ഫേസ് ഷേപ്പ് ഉള്ളവരാണെങ്കിലും സമാന്തയുടെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് പ്രപ്പോർഷണൽ ആയിരുന്നു മുമ്പേ തന്നെ. ആൻഡ് സംയുക്തയുടെ ഫേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സംയുക്തയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കുഞ്ഞു ഫീച്ചേഴ്സ് ആയിരുന്നു. അതായത് കണ്ണ് കുറച്ച് കുഞ്ഞിതാണ്, ലിപ്സ് കുറച്ച് കുഞ്ഞിതാണ്, ആൻഡ് നോസ് ഓൾമോസ്റ്റ് ലൈക്ക് പ്രപ്പോർഷനേറ്റ് ആണെന്ന് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം മൊത്തത്തിൽ നോക്കുമ്പോൾ ഫേസ് ആണ് വലുതായിട്ടിരിക്കുന്നത്, ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ചെറുതാണ്. ആൻഡ് ഇവരുടെ ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സംയുക്തയുടെ കാര്യത്തിലാണെങ്കിൽ സംയുക്ത ആക്ച്വലി ഈ ഫീച്ചേഴ്സിനൊക്കെ കുറച്ചൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് ശ്രമിച്ചിട്ടുള്ളത്. ഫീച്ചേഴ്സിനെ വലുതാക്കുക എന്ന് പറയുമ്പോൾ അവർ ചിന്ന് കുറച്ച് പോയിന്റഡ് ആക്കിയിട്ടുണ്ട്, ലിപ്സ് കുറച്ച് ഫുള്ളർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് മേ ബി ചീക്സിൻ്റെ അവിടെയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, ഒന്നൊരു ലിഫ്റ്റഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല അതിപ്പോൾ നോസിലേക്കൊന്നും ഒരുപാട് രീതിയിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫുള്ളറായിട്ടും ഭയങ്കര എടുത്ത് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മേക്കപ്പിനകത്തും കുറച്ച് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമാന്തയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിരുന്നു. ബട്ട് ഈവൻ ദോ ഫേസിന് കുറച്ചും കൂടി ഒരു ഷാർപ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സമാന്ത ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷനിൽ ഫില്ലേഴ്സോ ബോട്ടോക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫേസിൽ ആക്ച്വലി ഈവൻ ചിന്ന് കുറച്ച് പോയിന്റഡ് ആയിട്ടുണ്ട്, ചീക്സ് കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ രണ്ടാൾക്കാരും പോയിന്റഡ് ചിന്ന് ചൂസ് ചെയ്തത് കൊണ്ട് കുറച്ചും കൂടി ഫേസിനൊരു എന്താ പറയുക ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് കൊണ്ടുവന്നത് പോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അടുത്തത് നമുക്ക് ബോഡി ഷേപ്പ് അനലൈസ് ചെയ്യാം. ബോഡി ഷേപ്പ് അനലൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബിക്കോസ് സമാന്ത കൂടുതൽ സമയത്തും ഭയങ്കര ബോഡി ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസും അല്ലെങ്കിൽ ബോഡി കോൺ ഡ്രസ്സസും അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഒരാളും ബോഡീനെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, സമാന്ത അവർ ഗ്ലാസ് ആണോ അല്ലെങ്കിൽ പിയർ ഷേപ്പ് ആണോ അങ്ങനെയൊക്കെ.
പക്ഷേ അത്ര കേർവി ആയിട്ടുള്ളൊരു ബോഡി അല്ല സമാന്തയ്ക്കുള്ളത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സമാന്തയുടെ ഷോൾഡർ ആണ് നോർമലി കുറച്ചും കൂടി ഒരു വൈഡർ ആയിട്ടുള്ളത്. അത് കൂടുതലായിട്ട് എവിഡൻ്റ് ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് സമാന്ത ആക്ച്വലി കുറച്ചും കൂടി നന്നായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ആ സമയത്തെ ഫോട്ടോസൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക. ഈവൻ ഷോൾഡർ കുറച്ചും കൂടെ ബ്രോഡർ ആണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര മസ്കുലിൻ പോലെ ഫീൽ ചെയ്യുന്നത് പോലത്തെ ഒരു ബോഡിയാണ് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തൊക്കെ. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ഏരിയയും വേസ്റ്റും ഒക്കെ ഭയങ്കര ചെറുതുമാണ്. സോ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ടു റെക്ടാങ്കിൾ അങ്ങനെയാണുള്ളത്. രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് ആ ഒരു ബോഡി ഷേപ്പ്. നേരെ മറിച്ച് സംയുക്തയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സംയുക്തയുടെ ബോഡിയിൽ ആക്ച്വലി ഒരുപാട് ഈ പറഞ്ഞ പോലെ കർവ്സ് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ച് കേർവിയാണ് ബോഡി നമുക്ക് മനസ്സിലാക്കാം. അത് ആദ്യത്തെ സമയം മുതൽ അങ്ങനെയാണ്. പക്ഷേ ആഫ്റ്റർ നമ്മൾ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് ശേഷം കുറച്ച് വെയിറ്റ് കുറച്ചതിന് ശേഷം നോക്കുമ്പോഴും ആ കേർവ്സ് അവിടെ തന്നെയുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള കേർവ് ഇല്ല, പക്ഷേ കേർവ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക സംയുക്തയുടെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സോഫ്റ്റ് റെക്ടാങ്കിൾ ആവാം, അതല്ലെങ്കിൽ ഒരു പ്യോർ ഷേപ്പ് ആവാം. പ്യോർ ഷേപ്പ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. പക്ഷേ പ്രോപ്പർ പിയർ അല്ല നമ്മൾ പറയുന്നത്, ഓൾമോസ്റ്റ് ലൈക്ക് പിയർ ടു റെക്ടാങ്കിൾ. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണത്. നെക്സ്റ്റ് നമുക്ക് സ്കിൻ ടോൺ ആൻഡ് സീസണൽ കളർ പാലറ്റ് ഏതാണെന്ന് നോക്കാം. സ്കിൻ ടോണിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ പെട്ടെന്ന് തന്നെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടുപേരും വാർമർ സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെന്നുള്ളത്. വാർമർ സ്കിൻ ടോൺ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും സമാന്തയെ കാണുന്നത് എപ്പോഴും ന്യൂട്രൽസിലാണ്. അതായത് ഒന്നുകിൽ ഒരു ബേജ് കളറ് അല്ലെങ്കിൽ ക്രീം കളറ് അല്ലെങ്കിൽ ഏതിൻ്റെ ആണെങ്കിലും ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് കൂടുതലായിട്ട് അവരുടെ ഒരു ഇൻക്ലിനേഷൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. കൂടുതൽ അതാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഇവൻറ്റ്സോ ആയിരിക്കണം. അതല്ലെങ്കിൽ കൂടുതലായിട്ടും ന്യൂട്രൽസിലാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കറിയാം ന്യൂട്രൽസിൽ നല്ല ഭംഗിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട് രാദർ ദാൻ മറ്റേ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും. സോ നമുക്ക് മനസ്സിലാവും ഈ സോഫ്റ്റ് കളേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ എപ്പോഴും വരുന്ന രണ്ട് കളർ സീസൺസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സമ്മർ ആയിരിക്കണം അല്ലെങ്കിൽ ഓട്ടം ആയിരിക്കണം. അതിൽ തന്നെ സമ്മർ എന്ന് പറയുന്നത് കൂളർ കളർ പാലറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് അല്ല നമുക്ക് ഏകദേശം ഉറപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വാർമർ സ്കിൻ ടോൺ ആണ് സമാന്തയ്ക്കുള്ളതെന്ന്. സോ വാർമർ പ്ലസ് സോഫ്റ്റ്. അപ്പം നമുക്കൊന്ന് മനസ്സിലാക്കാം അത് സോഫ്റ്റ് ഓട്ടം കളർ പാലറ്റിലാണ് അവരുള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ടും ഈ സോഫ്റ്റ് കളേഴ്സും പേസ്റ്റൽ കളേഴ്സും അല്ലെങ്കിൽ ന്യൂട്രൽ കളേഴ്സും ഒക്കെ നന്നായിട്ട് ചേരുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം അവരുടെ ഈ പറഞ്ഞ പോലെ കളർ പാലറ്റ് അതായതുകൊണ്ട് തന്നെ ഈവൻ ഭയങ്കര ന്യൂട്രൽ മേക്കപ്പ് ആണ് അവരെപ്പോഴും ചെയ്യാറുള്ളത്. കുറച്ചും കൂടി സ്കിന്നിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഒരു മേക്കപ്പ് എപ്പോഴും പോകാറുള്ളത്. ആൻഡ് ഭയങ്കര സോഫ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലും കൂടിയാണ് സ്കിൻ എപ്പോഴും ഇരിക്കാറുള്ളത്. ദെൻ സംയുക്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു സംയുക്തയും വാർമർ സ്കിൻ ടോണിലുള്ള ഒരാളാണെന്ന്. പക്ഷേ സംയുക്തയിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കുമ്പോൾ സംയുക്തയുടെ കോൺട്രാസ്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതായത് കുറച്ചൊരു ഡീപ്പർ ഷെയ്ഡ്സിലേക്കാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ഡീപ്പ് ഓട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഓട്ടം എന്നുള്ള കളർ പാലറ്റിലുള്ള ആളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവരുടെ ഫേഷ്യൽ ഫീച്ചർ, അതായത് സംയുക്തയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈവൻ ഐസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഐസ് കുറച്ച് കുഞ്ഞിതാണ്. അപ്പം അതിന് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ന്യൂട്രൽ ഷെയ്ഡ്സ് ഒക്കെയാണ് സ്കിന്നിലേക്ക് ചൂസ് ചെയ്യാൻ, മേക്കപ്പിലൊക്കെ അവർ ചൂസ് ചെയ്യാനുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസിനെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്തും ഫേഷ്യൽ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്തും ഇരിക്കാൻ വേണ്ടിയിട്ട് അവരും കുറേയൊക്കെ ന്യൂട്രൽ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അത് ഇവർക്ക് രണ്ടാളുടെ ഒരു സിമിലാരിറ്റി ആയിട്ട് എപ്പോഴും കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് വല്ല പേഴ്സണാലിറ്റീസ് കമ്പയർ ചെയ്ത് നോക്കാം. പേഴ്സണാലിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടാൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാളും ആക്ച്വലി ട്രാൻസ്ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്തൂസിയാസം ഉള്ള രണ്ടാൾക്കാരാണ്. സോ രണ്ടാളും ഫിറ്റ്നസ് ഫ്രീക്കുമാണ്. ആൻഡ് സമാന്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സമാന്ത ആക്ച്വലി ഈ കുറച്ച് കാലമായിട്ട് കുറച്ചും കൂടി ഒരു വെൽനെസ്സിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. ഈവൻ മെന്റൽ ഹെൽത്തിനെ പറ്റി, ബോഡീനെ എങ്ങനെ നർച്ചർ ചെയ്യണം എന്നുള്ളത്, ബോഡീനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്, അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ അടുത്തിടെയായി സമാന്ത. ആൻഡ് സംയുക്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സംയുക്ത ഓൾമോസ്റ്റ് ഇത്തരം കാര്യങ്ങൾ, അതായത് പബ്ലിക് അപ്പിയറൻസ് വളരെ കുറച്ചിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മേ ബി ഒരു മെന്റൽ ഹെൽത്തിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേജിലും കൂടി ആണെന്ന് തോന്നുന്നു. ആൻഡ് അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയി സംസാരിക്കുന്നതും അതിൻ്റെ ഒരു ഇന്റലക്ച്വൽ ഒരു സ്പേസിനെ കുറിച്ചൊക്കെ ആൾക്കാർ ഒരുപാട് സംസാരിക്കാറുണ്ട്. കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ ഫാനുമാണ്. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റിസർച്ച് നടത്തി ഇവരുടെ ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സംയുക്ത സമാന്തനെ പോലെ ആവാൻ നോക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് രണ്ടാളും യുണീക്ക് വേയിലാണ് അവരുടെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഒരേപോലെ ഉള്ളവരായതുകൊണ്ട് അവരുടെ ഒരു ഫേസ് ഷേപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് വൈസ് ആണെങ്കിലും ഒരേപോലെ ഫീൽ ചെയ്യുന്നതാണ്.
അല്ലാതെ ഒരാൾ കൂടുതൽ ഒരാളെക്കാളും ഡ്രമാറ്റിക് ആയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് മാറിയതല്ല. സംയുക്തയ്ക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് ആക്ച്വലി ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ആൻഡ് സമാന്തയും അങ്ങനെ തന്നെയാണ്. അതായത് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെയാണ് അവർ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ആൻഡ് ഇവർ രണ്ടാളും അവരുടേതായ വേയിൽ ആക്ച്വലി യുണീക്കുമാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് രണ്ടാൾക്കും ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ബോഡി ഷേപ്പിന്റെ കാര്യത്തിലോ ഫേസ് ഷേപ്പിന്റെ കാര്യത്തിലോ സ്കിൻ ടോണിന്റെ കാര്യത്തിലോ സീസണൽ കളർ പാലറ്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.